ചേട്ടാ ഇനി നമ്മുടെ ഫേവറേറ്റ് റൗണ്ട് വരാൻ പോവാണ്. ഫേവറേറ്റ് റൗണ്ടില് നമ്മുടെ റിമിമോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റിമിമോളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. എന്നാലും റിമിമോളാണ് അവന്റെ ഫേവറേറ്റ്. എന്റെ ചക്കരനെ വിളിയിട്ട് കളിപ്പണ്ടേ. ലെറ്റ്സ് വെൽക്കം അണ്ണൻ. ഒരു കിന്നരഗാനം മൂളി ഒളിക്കും കുയിലിനു വേണ്ടി പാടാം അമ്പിളിമാണത്തൊണ്ടിനിലാവേ പോലെ ഒരു കുമ്പിളി. ഹായ് അണ്ണ. എനർജി ഇല്ലല്ലോ നടത്തുന്നത്. ഹായ്. നീ അണ്ണന്റെ വിശേഷം. അണ്ണൻ ആരെ ഓർത്തോണ്ടിരിക്കായിരുന്നു? അണ്ണൻ റിമിമോളെ അല്ലേ മോനെ? അതേന്ന്. പക്ഷെ അന്ന് നിഖിലവിമിൽ വന്നപ്പോ ആ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ. എനിക്ക് കുശുമ്പ് വരില്ലേ? എനിക്കും ദേഷ്യവും അതൊക്കെ വരൂല്ലേ? അതല്ലേ എനിക്ക് അങ്ങനെ അന്ന് വന്നത്. അതെല്ലാം മാറ്റം പെടുത്തി അണ്ണന് ഞാനൊരു കുഞ്ഞു സമ്മാനം ഇപ്പൊ തന്നെ തരുക. അണ്ണന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പൊ കൊടുത്തിട്ട് അണ്ണൻ പാടാൻ പോയാൽ മതി. കാരണം ഞങ്ങൾ തമ്മിൽ ആ പിണക്ക് എന്ന് മാറ്റുക. കാരണം നിഖില വിമൽ വന്ന എപ്പിസോഡിൽ അണ്ണനും ഞാനും തമ്മിൽ ചെറുത്തെറ്റി. ഞങ്ങൾ തമ്മിൽ എന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല, അണ്ണൻ ഒന്ന് പാടാ. എന്നോട് പിണക്കൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? കൺഫേം ചെയ്താലേ തരത്തുള്ളൂ. ഓക്കെ അല്ലേ? സ്നേഹക്കുറവൊന്നും ഇല്ലല്ലോ? എന്നൊന്ന് കെട്ടിപ്പിടിച്ചേ. കുഞ്ഞു സമ്മാനം. ഇതെന്താ ഫോണോ? അതെന്താ? അവൻ എന്താണ് വാച്ച് കാണിക്കേ. ഇത് ഇവൻ തന്നെ എന്നെ കാണിച്ചു തന്നു. ആമസോണിൽ ഞാൻ ചോദിച്ചപ്പം നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കും. റിമിയുടെ ആത്മാർത്ഥത നോക്കാം. മുട്ടായി പോലും എനിക്ക് വാങ്ങിച്ചു തന്നില്ല. അങ്ങനെ ആമസോണിൽ കേറി വാച്ച് വാങ്ങിച്ചു കൊടുത്തു. അല്ല റിമി ചേച്ചി ആമസോണിൽ കേറി പറയാൻ ഞാനെന്തോ വീട്ടിൽ കള്ളം കയറുന്ന പോലെയാണോ? പറയുന്ന പോലെ. കാണിച്ചിനി കൂടുതൽ റിമുവിന്റെ മനസ്സെല്ലാരും അറിയട്ടെ. എനിക്ക് റിമോളുമായിട്ട് ബന്ധം പിരിയാൻ വേണ്ടിട്ട് ഒരാളെ എനിക്ക് പാരാന്നത് ജാക്കി ചേട്ടനാന്ന് പറഞ്ഞത് നിഖിലമോളേന്ന്. ഓ, നിഖിലമോളേന്ന് വിളിക്കാൻ പറഞ്ഞു വിട്ടത് ജാക്കി ചേട്ടനാ. ഓ, ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ. ജാക്കി നേരത്തെ മക്കൾ പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ബന്ധം വേർപെടുത്താൻ. അണ്ണോ, അണ്ണന് വേണ്ടേ സമ്മാന പെരുമഴ വരികയാണ്. വിടട്ടെ എങ്ങോട്ട്? എന്നാ പോയാട്ടെ. ചേച്ചി, എന്താണ് ഇത്രയും ഗിഫ്റ്റ് ഇത്രയും ആൾക്കാരായിട്ട് വരണം, വീണ്ടും വരണം എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ കാരണം? അപ്പൊ ഞാൻ അന്ന് ഇവിടെ വന്നപ്പോ മോന്റെ പാട്ട് നടക്കുക. അപ്പൊ ഞാൻ എറിസിന്റെ കൊടുക്കാൻ വേണ്ടി ഒരു ഉടുപ്പ് വാങ്ങി. അപ്പൊ കുഞ്ഞിന്റെ അത് നേരിട്ട് കൊടുത്തപ്പോ എനിക്കൊരു സങ്കടമായി പോയി. അവന്റെ അത് നേരിട്ട് കൊടുക്കുക ഒരു കുഞ്ഞുടുപ്പ് മാത്രല്ലേ മേടിച്ചുള്ളു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി പേര് വാങ്ങിയായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം ഞാൻ വന്നത് എന്റെ ഒരു ഫ്രണ്ട് രഞ്ജി എന്ന് പറയും പേര്. അവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ മഹാലക്ഷ്മി സിൽക്സിലാണ് വർക്ക് ചെയ്യുന്നേ. അപ്പൊ എന്നോട് പറഞ്ഞു റിമിമോട് അണ്ണനെ എനിക്ക് വേണോന്ന്. ഇവിടെയും കോമ്പറ്റീഷനോ? ഒരു കോമ്പറ്റീഷനും ഇല്ലാന്നോർത്ത് ഇവനെ ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതുപോലെ സമ്മാനങ്ങൾ തന്നാലേ റിമിമോളെയും അണ്ണനെയും മധുവങ്കളിയൊക്കെ വിട്ടിട്ട് ഇവരോട് പോകുന്ന ചേച്ചി എന്റെ ഓടി വരുമോ? നീ എന്ത് മറുപടി പറഞ്ഞു? എല്ലാവരും ഒരുപോലെ. ഡിപ്ലോമാറ്റിക്. എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് തന്നു വിട്ട ഗിഫ്റ്റ് ആണ് ഇത്. ഒത്തിരി പേരുണ്ട്. അണ്ണന്റെ ആ ഒരു ഒറ്റ പാട്ട്, കണ്ണീർ പാട്ടിന്റെ എഫക്ട് നോക്കിയേ. ആ ഒരു ഒറ്റ പാട്ട് ഒത്തിരി തവണ എല്ലാവരും കേട്ടു. ഈ ഗിഫ്റ്റുകൾ എല്ലാവരും തന്നതാ. പിന്നെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ ഇവനെ വിളിക്കുമ്പോ എന്ത് വേണം മോനെന്ന് ചോദിക്കുമ്പോ എനിക്ക് പൊറോട്ട മതിയെന്ന് അപ്പൊ എന്നോട് പറഞ്ഞു പ്രത്യേകം ഗിഫ്റ്റുകളുടെ കൂട്ടത്തിൽ അവന് പൊറോട്ട ഏറെ വാങ്ങും. പൊറോട്ടയും പിന്നെന്താ? പൊറോട്ട കൂടെ എന്താ? ബീഫായിരിക്കും. അപ്പൊ എല്ലാ ഗിഫ്റ്റും കൊടുത്തോളൂ.
45 വർഷമായിട്ട് ഞാൻ പാടുന്നു. എനിക്കൊരാൾ ഒരു കിഴിപൊറോട്ട പോലും തന്നിട്ടില്ല. അല്ല 45 വർഷമായിട്ട് കണ്ണീർ പൂവിന്റെ പാടിയിട്ട് കുറെ വർഷങ്ങളായി. എന്നിട്ട് ഇതുപോലെ ഒന്നും ആരും കൊണ്ടുകൊടുത്തില്ല. പിന്നെ മന്ദാര ചെപ്പുണ്ടോ ആണെങ്കിൽ അത് തൈക്കുടം ബ്രിഡ്ജ് കൊണ്ടുപോയി. സാറിൽ ഒരു പൊറോട്ട സാറിന്. അതെ, അവൻ സമ്മതിച്ചാൽ. ചാറ് നിനക്ക്. ശരിക്കും ഞാൻ എന്റെ അണ്ണനോടാ നന്ദി പറയണ്ടേ. അണ്ണൻ ഇത് പാടിയിട്ടില്ലെങ്കിൽ എനിക്കിങ്ങനെ പാടാൻ പറ്റും. MG സാറും മോനും കൂടെ അതിന്റെ ഒരു 2 വരി അവർക്ക് വേണ്ടി ഒന്ന് പാടിക്കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. ആഹാ, എപ്പ കേട്ടാലും എപ്പോ അല്ലേ? അപ്പൊ ചേച്ചിമാരെ എല്ലാവർക്കും താങ്ക് യു സോ ഒത്തിരി മച്ച്. സന്തോഷം. ഇങ്ങനെ വരണം ഇനി കേട്ടോ. ഇതേപോലെ കൈ നിറയെ ഗിഫ്റ്റുകളായിട്ട് കടന്നു വരാം. അങ്കിൾ ഇങ്ങോട്ട് വരികയാണോ? MG സാർ ഇങ്ങോട്ട് വരുന്നു. അണ്ണോ എന്തിനാണ് എന്താ സംഭവം? സമ്മാനം വാങ്ങാനാണോ ഇനി? ഹാഫ് കൊടുക്കാൻ. കുറെ ദിവസമായിട്ട് ഞാൻ ഷൈൻ ചെയ്യുന്നു. അതെ സാർ. അണ്ണാ, അണ്ണനിപ്പോ ഇത്രയും ഗിഫ്റ്റ് കിട്ടിയില്ലേ? ഒരു കഷ്ണം പെറോട്ട എന്നെ എടുത്തിട്ട് പോയാ മതി. അവര് മേടിച്ചോണ്ട് പോയി. എന്നെ കൊണ്ട് 10 പ്രാവശ്യം പാടിച്ചിട്ട് പെറോട്ടയില്ല, ഒന്നുമില്ലാതെ ഞാൻ നിൽക്കുന്നത് ശരിയാണോ? അല്ല, ഇല്ലേ, നിങ്ങൾക്ക് എന്നെ ശരിയല്ല, സങ്കടം പാവമുണ്ട്. പറയുകയും ചെയ്തു ശ്രീകുട്ടൻ അങ്കിൾ. MG സാറിന്റെ റൂമിൽ വന്ന് തന്ന റൂമിൽ വന്ന് കൈക്കൂലി കൊടുക്കുന്നു. അതെ, ഒരു കൈമടക്ക് പൊറോട്ട തരാം. എനിക്ക് മക്കൾക്ക് ഞാനൊരു സർപ്രൈസ് തരാൻ പോകും. കണ്ണടച്ചോ. തുറക്കരുത്. അണ്ണനൊരു അടിപൊളി സർപ്രൈസ് ആണ്. റെഡിയാണോ എല്ലാരും? റെഡി റെഡി പ്രേക്ഷകർ റെഡിയാണോ? റെഡി. ദാ. അയ്യോ, സൂപ്പറായി. സൂപ്പറായോ? ചവിട്ടിക്കോ. റിസ്കാ. എടാ തിരിക്കണത്. അമ്പിളി മാമനെ കൊണ്ടുതരാൻ നമ്മടാ ഇതാരാ? ആരെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിരുന്നേ? അണ്ണന് സൈക്കിളായി. ഇനി അണ്ണൻ ഒരു സെപ്പറേറ്റ് വീട് കൂടെ കൊടുത്താ ഇവരുടെ അടുത്തൊന്ന് മാറി താമസിക്കാൻ. അണ്ണനിപ്പോ എന്തൊക്കെയായി ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ, സൈക്കിളായി, ഇഷ്ടം പോലെ സമ്മാനം. സമ്മാനമായി. പിന്നെ ഭക്ഷണം. റിമിമോള്, പെറോട്ട, അതെ, സൈക്കിള്, ഒരു വീടും കൊണ്ടെങ്കിൽ അതെ അതെ അണ്ണ സെറ്റിലായി. സെറ്റിലായി. ഇതുവരെ ആരും ഇങ്ങനെ സമ്മാനം എനിക്ക് തന്നിട്ടില്ല. മോനെ, ഈ സൈക്കിൾ തന്നായിരുന്നു ചോദിച്ചില്ലല്ലോ. ഞാനല്ല. ഫ്ലവേഴ്സ് ടിവിയാണ്. അല്ല അല്ല. കാണണോ ആരാന്ന്? ആരാ? ഇതാ നമുക്കൊരു വീഡിയോ കാണാം. നമസ്കാരം, എൻ്റെ പേര് ബിനോയ്, ഇതെൻ്റെ വൈഫ് സിമി. ഞങ്ങൾ കോട്ടയത്ത് പൂന്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ടോപ്പ് സിംഗറിൻ്റെ സീസൺ 1 മുതലുള്ള പ്രോഗ്രാം ഞങ്ങൾ മുടങ്ങാതെ കാണാറുണ്ട്. ഞങ്ങൾക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്. 7 മണി സമയത്ത് ഞങ്ങൾ മാക്സിമം ഫ്രീ ആകാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ദേവദർശൻ എന്ന് പറഞ്ഞ കുട്ടി പാടിയിരുന്ന പാട്ട് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന പാട്ട് അതിമനോഹരമാണ്. ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ അറിയാതെ അവിടെ ഇരുന്നു പോകും. ജഗദീശ്വരൻ ദേവദർശനെ ഒരുപാട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പാട്ട് കേട്ടതിന് ശേഷം ഞങ്ങൾക്ക് ഈ മോന് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടുകാരി പ്രിൻസു അവിടെ വരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ പ്രിൻസു വഴി ഞങ്ങൾ എളിയൊരു ചെറിയ സമ്മാനം കൊടുക്കുന്നു. അത് സ്വീകരിക്കുമാറാണെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്റെ ബർത്ത്ഡേക്ക് വരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല. അതാണ്
ടോപ്പ് സിംഗറിൽ വന്നാലേ അതിശയങ്ങളുള്ളൂ, സന്തോഷങ്ങളുള്ളൂ, സമ്മാനങ്ങളുടെ പെരുമഴയുള്ളൂ. So we are giving you 99 out of 100. Thank you, sir. And ഒരു ബെറോട്ട പൂക്കുറ്റി. അപ്പൊ ഇന്നേ ആ അണ്ണൻ ഇന്ന് ഇവിടെ താമസിക്കുന്ന വില്ലേജിൽ പോയിട്ട് എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് സൈക്കിൾ ചോട്ടി സൈക്കിള്. അതെ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് എന്തായിരിക്കും എന്തായിരിക്കും ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. കൊമ്പെട് ജുംത 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 ജും കുറുംകുഴൽ കൊട് ജുംത 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 ജും തപ്പെട് ജുംത 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 ജും പുറം കൊട് ജുംത 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 ജും നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. ലാ 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 ലാ. ആഹാ ഇന്ന് മേളമായിരിക്കും മേള. പക്ഷെ എനിക്ക് തോന്നുന്നു അതല്ല, ഈ സൈക്കിൾ എടുത്തിട്ട് അണ്ണൻ മോഹൻലാലാവും. അതെ എന്നിട്ട് ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങിയിട്ട് ആ റിമി മോളെ റിമി മോളെ അന്ന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പാടും.